കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തുടർ പരാജയങ്ങളും ആരാധകരുടെ പ്രതിഷേധവുമെല്ലാം പരിശീലകന്റെ തലയിലാക്കി മാനേജ്മെന്റ് കൈയൊഴിയുകയായിരുന്നു. പുറത്താക്കപ്പെട്ട മിക്കേൽ സ്റ്റാർ എന്ന സ്വീഡിഷ് പരിശീലകന് കീഴിൽ 12 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാൻ സാധിച്ചത്. നിലവിൽ 10ാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിന് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാണോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പുറത്താക്കപ്പെട്ട മിക്കേൽ സ്റ്റാറേക്ക് പകരക്കാരൻ ആരാകുമെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ. സ്റ്റാറേക്ക് പിൻഗാമിയായി ISL പരിചയസമ്പന്നരായ നിരവധി പരിശീലകരുടെ പേരുകൾ ഉയർന്നു വന്നുവെങ്കിലും അതൊന്നും സ്ഥിരീകരിക്കപ്പെടാതെ പോവുകയായിരുന്നു. മുൻ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ വൂക്കമനോവിച്ച് മുതൽ അന്റോണിയോ ഹബ്ബാസ്, സെർജിയോ ലൊബേറോ തുടങ്ങി നിരവധി പരിശീലകരുടെ പേരുകൾ റൂമറുകളിൽ ഇടം പിടിച്ചിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് സ്റ്റാറേക്ക് പകരക്കാരനെ കണ്ടെത്തിയെന്നും മുഹമ്മദൻസിനെതിരായ മത്സരത്തിന് മുമ്പ് പ്രഖ്യാപനമുണ്ടാകുമെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് മെർഗ്ലോവോ. എന്നാൽ ആരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേൽനൗ റിപ്പോർട്ടറായ ആശിഷ് നേഗി പുതിയ പരിശീലകൻ ആര് എന്നതിനെക്കുറിച്ചുള്ള സൂചന പുറത്തുവിട്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഒരു പുതിയ ആളായിരിക്കാം എന്നാണ്. അതായത് മുൻപ് ഇന്ത്യയിൽ ഒരു ടീമിനെയും പരിശീലിപ്പിക്കാത്ത ഒരാളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഹെഡ് കോച്ചായി വരാൻ പോകുന്നത്. എന്തായാലും ഊഹാപോഹങ്ങളിൽ നിറഞ്ഞു നിന്ന ഹബ്ബാസും ലൊബേറോയും ഒന്നുമല്ല വരുന്നതെന്ന് സാരം. എന്തായാലും മുഹമ്മദൻസിനെതിരായ മത്സരത്തിന് മുമ്പ് ഒരുപക്ഷെ ഇനി അങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കാം. എന്തായാലും ആരായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ എന്നതറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം.